വൃശ്ചികം രാശിക്കാരെ, ആകാശം നിങ്ങളോട് എന്തോ പറയുകയാണ്. ആ മന്ദമായ ചുഴിയിൽ ഉണരാതിരിക്കാൻ പല വർഷങ്ങളായി മൂടിയിരുന്നതൊരു ശക്തി ഇനി മറവിൽ നിൽക്കില്ല. നിങ്ങളുടെ രക്തത്തിൽ തന്നെ പുൽക്കെറിയുന്ന ആ അഗ്നിയുണർന്നിരിക്കുന്നു. ആരും കാണാത്തിടത്തുനിന്നും നിങ്ങളെ നോക്കി ഭയപ്പെടുന്ന ചിലരുണ്ട്. അവർ അറിയുന്നു നിങ്ങളിൽ എന്തോ മായികമായൊരു ശക്തി ഉണരുന്നതായി. ഒരിക്കൽ നിങ്ങളെ താഴെയിട്ടവർ ഇനി നിങ്ങളുടെ പേര് കേൾക്കുമ്പോഴും നടുങ്ങും. ഇതാ 2026 രാഹുവും കേതുവും നിങ്ങളുടെ ജീവിതത്തിലെ ആഴമേറിയ കർമ്മങ്ങളെ ഉണർത്തുമ്പോൾ നിന്നിലുണ്ടായിരുന്നത് നിലനിന്നിരിക്കാത്തതുപോലെ തോന്നിപ്പിക്കുന്ന ആ തൂലികാശക്തി ആകുന്നു ഈ വർഷം അഗ്നിയായി ഉയരുന്നത്. വൃശ്ചികം എന്നത് ജലത്തിന്റെ ആഴം പോലെ ഉള്ള രാശിയല്ലാതിരിക്കുക. അതൊരു രഹസ്യമായ ശക്തിയാണ്, നാടിനെ നടുക്കുന്ന മായ. നിങ്ങൾ അനുഭവിച്ച നഷ്ടങ്ങൾ, വേദനകൾ, നിസ്സഹായതകളും ഈ വർഷം വീണ്ടെടുക്കാനുള്ള വേദിയായി മാറും. ഗുരു നിങ്ങളുടെ വഴിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അതിന്റെ പ്രകാശം ഇതുവരെ നേരിട്ട ഇരുട്ടിൽ നിന്ന് നിങ്ങളെ മുക്തരാക്കും. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ മാറ്റവും ഇനി ഒരു വിധിചലനം ആകും. അതായത് ആകാശം തന്നെ നിങ്ങളെ പുതുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ തണുത്ത കറുത്ത ഭയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുവിന്റെ ഗ്രഹദശയിൽ ആ ഭയങ്ങൾ ഇപ്പോഴത് തീപ്പെട്ടി പോലെ പൊട്ടിത്തെറിക്കും, ആത്മവിശ്വാസത്തിന്റെ തീയായി. നിങ്ങളുടെ ഉള്ളിലെ ഞാൻ കഴിയില്ല എന്ന ശബ്ദം ഇനി നിശബ്ദമാകും. പകരം ഒരൊറ്റ ശബ്ദം മാത്രമേ മുഴങ്ങൂ, ഞാൻ തീയുടെ രാശിയാണ്, ആരും എന്നെ നശിപ്പിക്കാൻ കഴിയില്ല. വൃശ്ചികം രാശിക്കാരെ, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും പരീക്ഷണകാലമായിരുന്നു. ആളുകൾ പറഞ്ഞതുകൊണ്ട് മുറിപ്പെട്ട ഹൃദയം, വിശ്വസിച്ചവരുടെ പിന്നിൽ മറഞ്ഞ കത്തികൾ, നിങ്ങളെ തകർക്കാനായി ആസൂത്രണം ചെയ്ത മുഖന്തന്മാർ. അവരിലൊരാളും ഇനി നേരെ നോക്കാൻ പോലും ധൈര്യം കാണിക്കില്ല. ശനിയുടെ ദൃഷ്ടി നിങ്ങളെ കാഠിന്യത്തിലേക്ക് മാറ്റി. പക്ഷേ അതാണ് ഇപ്പോൾ നിങ്ങളെ രക്തത്തിൽ തന്നെ ഇരുമ്പായി തീർത്തത്. എത്ര വേദന അനുഭവിച്ചാലും നിങ്ങൾ പൊട്ടിയില്ല, നിങ്ങൾ വളർന്നു. ഇപ്പോൾ ഗുരുവിന്റെ അന്നാദാനത്തിലൂടെ നിങ്ങളുടെ ആത്മാവിൽ മിന്നൽ പിളരുന്നു. തൊഴിൽ മേഖലയിൽ ദീർഘകാലം തീർന്നുപോയെന്നോർത്തവർക്ക് പുതിയ വാതിലുകൾ തുറക്കുകയാണ്. ഒരിക്കൽ താക്കോലില്ലാതെ അടഞ്ഞതുപോലെ തോന്നിയ ഭാഗ്യദ്വാരം ഈ വർഷം അപ്രതീക്ഷിതമായി തുറക്കും. നിങ്ങൾ കാൽവെക്കുന്നിടത്തെല്ലാം ഒരു ദീപനം, ഒരുറപ്പാണ് പടർന്നു തുടങ്ങുന്നത്. പണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാലിച്ചു പോകുന്ന പൈസ ഇനി ഉറച്ച നിലയിലേക്ക് മടങ്ങുന്നു. ചിലർക്ക് നീണ്ടുപോയ കടങ്ങൾ തീർക്കാനുള്ള വഴി ലഭിക്കും. വൃശ്ചികം രാശിക്കാർക്കുണ്ട് നഷ്ടത്തിലൂടെ കരുത്ത് കണ്ടെത്താൻ കഴിയുന്ന അപൂർവത. അതാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിശക്തമായ ഒരവസ്ഥയിലേക്ക് നിങ്ങളെത്തുകയാണ്. ആ ശക്തി ആദ്യം നിങ്ങളുടെ ശത്രുക്കൾക്കാണ് ഭയം നൽകുന്നത്. അവർ നിങ്ങളെ നോക്കുമ്പോൾ ഇനി പഴയ നിങ്ങളെ കാണുന്നില്ല. അവർ കാണുന്നത് ഒരു ജ്വാലയാണ്, നിശബ്ദമായെങ്കിലും തകർക്കാനാകാത്തത്. അതിനാലാണ് ഇവർ ഇപ്പോൾ പിന്നോട്ട് മാറുന്നത്. ചിലർ നിങ്ങളുടെ പേരിൽ നിശബ്ദ പ്രാർത്ഥനകൾ തുടങ്ങും. ഭയത്തിന്റെ പ്രാർത്ഥനകൾ. രാഹു നിങ്ങളുടെ രഹസ്യഭാഗ്യഭാവത്തിൽ അസ്ഥിരത കൂട്ടുമ്പോഴും ഇതിൽ ഒരു അനുഗ്രഹമുണ്ട്. ആ അസ്ഥിരതയാണ് നിങ്ങളെ ചലിപ്പിക്കുന്നത്. നിങ്ങളെ ചലിപ്പിക്കാത്തതെന്തും പരാജയമാണ് നിങ്ങൾക്ക്. ഈ വർഷം 2 തവണ നിങ്ങളെ ഞെട്ടിക്കുന്ന അവസരങ്ങൾ വരും. ഒരിക്കൽ അദ്ഭുതമായി തോന്നുന്ന വിധത്തിൽ, മറ്റൊരു സമയം വേദനയെന്ന വേഷത്തിൽ. പക്ഷേ ഇരുവിധവും നിങ്ങളുടെ ആത്മീയ ഉണർവിന് വഴിയൊരുക്കും. ആ ഒഴുക്ക് പിന്തുടരൂ. അതാണ് കർമ്മം നിങ്ങളെ വിളിക്കുന്നത്. ആദ്യ 7 ദിവസങ്ങളിൽ തന്നെ ചിലർക്ക് അപ്രതീക്ഷിതമായി പഴയ ബന്ധങ്ങളിൽ നിന്ന് വാർത്ത ലഭിക്കും. പഴയ വേദനകളും അപാർത്ഥ്യവും തീർക്കാനുള്ള അവസരം വരാം. എന്നാൽ ശ്രദ്ധിക്കുക, എല്ലാ വിളികളും പിന്തുടരേണ്ടതില്ല. ചില തകരാറുകൾ തീർത്തുകൂടാത്തിടത്തുതന്നെ മരിക്കട്ടെ. പിന്നെ മാത്രമായിരിക്കും പുതുപൂക്കൾ മുളയ്ക്കുക. അടുത്ത 10 ദിവസത്തിനുള്ളിൽ കൗശലമുള്ള തീരുമാനങ്ങൾ നിങ്ങളെ സമ്പദ്വ്യവസ്ഥയുടെ പുതിയ നിലയിലേക്ക് കൊണ്ടുപോകും. പറയാത്ത വാക്കുകൾ, അടിച്ചമർത്തിയ ആഗ്രഹങ്ങൾ, അവ ഇപ്പോൾ പുറത്തുവരുമ്പോൾ ജീവിതം മറ്റൊരു നിറം കാണിക്കും. വൃശ്ചികം രാശി ജലരാജയാണ്, എന്നാൽ അതിനുള്ളിൽ മറഞ്ഞ കർമാഗ്നിയുണ്ട്. ആ അഗ്നിയാണിപ്പോൾ പൊട്ടിത്തെറിക്കുന്നത്. ഒരിക്കൽ ബലഹീനനായി തോന്നിയിരുന്നു, ഇനി അതേ സാഹചര്യത്തിൽ നിങ്ങൾ പ്രഭാവമായി നിറയും. ജോലിയിലോ ബിസിനസ്സിലോ നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചവർക്ക് ഇനി അതാവില്ല. ഭാഗ്യം നിങ്ങളുടെ ഭാഷ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കൊരു അപൂർവമായ ഘട്ടമാണ് തുടങ്ങുന്നത്. നിലനിന്ന പ്രയാസങ്ങൾ, മനസ്സിലുണ്ടായ കുഴപ്പങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ എല്ലാം ഗുരുവിന്റെ ദേവകൃപയിലൂടെ മാറും. ഇത് ആത്മീയ നവീകരണത്തിന്റെ സമയം. പ്രതിഫലത്തിന്റെ ഘട്ടം. ഒരിക്കൽ നിങ്ങൾ തന്നത് ഇപ്പോൾ മടങ്ങിയെത്തുന്നത് കാണും. ശക്തിയായി, ഇരട്ടിയായി. വൃശ്ചികം രാശിക്കാരെ, ഈ വർഷം നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗാധമായ കോണുകൾ തുറക്കാനിരിക്കുന്നതാണ്. വളരെ നാളായി അടിച്ചമർത്തിയ വികാരങ്ങൾ, പറയാനാകാത്ത ആഗ്രഹങ്ങൾ, ആത്മാർത്ഥമായ ബന്ധങ്ങൾക്കുള്ള ആ വിളി ഇപ്പോൾ ഉണരുകയാണ്. പ്രണയത്തിന്റെ ഭാവം ഗുരുവിന്റെ ദിവ്യദൃഷ്ടിയാൽ ആഴമേറുമ്പോൾ നിങ്ങൾക്ക് മറ്റാരും പറയാതെ മനസ്സിലാക്കുന്ന ഒരാളുടെ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങും. ഒരിക്കൽ നഷ്ടപ്പെട്ടുപോയതുപോലെ തോന്നിയ ബന്ധം പുതുവിളക്കോടെ തിരിച്ചുവരും. പക്ഷേ ഈ അവസരം എല്ലാ വൃശ്ചികന്മാർക്കും ഒരേപോലെ വരില്ല. ചിലരിൽ അത് പഴയ ബന്ധത്തിന്റെ പുതുജീവനായി, ചിലരിൽ അത് പുത്തൻ അനുഭവമായി നിറയും. പീഡയും വേദനയും കടന്ന് ഹൃദയം മന്ദമന്ദമായി തുറന്നുവിടുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും.
ഇത്ര നാളായി ഞാൻ ഇങ്ങനെ സ്നേഹിക്കാനുള്ളതായിരുന്നു എന്ന തിരിച്ചറിവ് ബോധത്തിൽ വിളങ്ങും. അതാണ് വൈദിക ജ്യോതി പറയുന്നത്. വൃശ്ചികന്റെ പ്രണയം ഒരിക്കൽ ഉണർന്നാൽ അതിനെ ഒന്നും തടയാനാവില്ല. അത് വെള്ളമല്ല, ജ്വാലയാണ്. ആ ജ്വാലയുടെ ചൂടിൽ നിങ്ങളെ വിട്ടുപോയവർ തങ്ങളാണ് നഷ്ടപ്പെട്ടവരെന്ന് തിരിച്ചറിയും. ഗൃഹജീവിതത്തിൽ ഈ വർഷം നല്ലൊരു മാറ്റം വരും. ദമ്പതികൾക്കിടയിൽ ഉണ്ടായ മനംനൊന്ത അകലം കുളിരായി മാറും. നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മായുമ്പോൾ കൂട്ടായ്മയുടെ മട്ടിൽ ഒരു പുതുവിധി തുടങ്ങുന്നു. ചിലരുടെ വീടുകൾക്ക് ഈ വർഷം പുതുജീവൻ കിട്ടാൻ സാധ്യതയുണ്ട്. വീടുമാറ്റമോ നവീകരണമോ അതോ ജീവിതത്തിലെ പുതിയ അധ്യായമോ. കൊണ്ടുപോയി വെച്ച സ്വപ്നങ്ങൾ ഒന്നൊന്നായി സജീവമാകുന്ന അദ്ഭുതകാലം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നവോന്മേഷം ലഭിക്കുന്നു. നിങ്ങളെ പിന്നോട്ടടിച്ചിരുന്ന ക്ഷീണം, ഉറക്കക്കുറവ്, ആന്തരിക ആശങ്കകൾ ഇവ ഒക്കെ ശനിയുടെ പിറകോട്ടുള്ള ഗതിയാൽ മന്ദമാകും. എന്നാൽ ദേഹത്തിന്റെ ശാന്തത നിലനിർത്താൻ ആത്മാവിന്റെ സമതുലനമാണ് ആവശ്യമായത്. അതിനാൽ ദൈവധ്യാനം, പ്രഭാതസൂര്യസ്നാനം, മൂലധാര ധ്യാനപാഠങ്ങൾ ഇവ നിങ്ങളുടെ എല്ലാ പുതിയ തുടക്കങ്ങൾക്കുമൊരു ധാരാളമായ പിന്തുണ നൽകും. ഇത് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് മാറ്റുന്ന സമയമാണ്. അതിനാൽ മനസ്സിൽ വിശ്വാസത്തിന്റെ വിത്ത് നഷ്ടപ്പെടുത്തരുത്. വൃശ്ചികരാശിക്കാർക്ക് 14 ദിവസങ്ങൾക്കുള്ളിൽ ഒരുതെരിയാനായ കരാർ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സംരംഭം അപ്രതീക്ഷിതമായി അനുകൂലമാകും. ചിലർക്ക് പുറത്തുനിന്ന് ആരോ സഹായഹസ്തം നീട്ടും, അതൊരു അനുഗ്രഹത്തിന്റെ രൂപത്തിൽ. പക്ഷേ ഈ സ്തുതി നിങ്ങളുടെ അഹങ്കാരത്തിന് ഛേദനം നൽകാതിരിക്കുക. അതിനെ വിനയമായിരിക്കാൻ അനുവദിക്കുക. നിങ്ങളെ മേലോട്ട് കൊണ്ടുപോകുമ്പോൾ ഗ്രഹങ്ങൾ പരീക്ഷിക്കുന്നതും അതേ തോതിലായിരിക്കും. അതുകൊണ്ട് അതിജീവിക്കുക, പക്ഷേ അതിൽ വീണ്ടു താമസിക്കരുത്. വൃശ്ചികത്തിന്റെ രഹസ്യം ഗൗരവമാണ്. നിങ്ങളിൽ ബാഹ്യമായതൊന്നും നിലനിൽക്കില്ല, എല്ലാം ആന്തരികമായി ചലിക്കും. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ലോകം പൂർണ്ണമായും ശബ്ദരഹിതമായി തോന്നും. അപ്പോൾ അതിനെ ഭയപ്പെടേണ്ടതില്ല. അതാണ് ശക്തിയുടെ നിശബ്ദത, ആത്മാവിന്റെ കാളിദർപ്പണം. അതിന്റെ പിന്നാലെ ലഭിക്കുന്നത് ആത്മവിശ്വാസം, കഠിനമായ വിധിയെ മറികടക്കാനുള്ള അദ്ഭുത ശക്തി. കുടുംബത്തിൽ മുതിർന്നവരുടെയും മാതാപിതാക്കളുടെയും ആരോഗ്യത്തിന് ശ്രദ്ധ ചെലുത്തുക. നിങ്ങൾക്ക് അവരുടെ അനുഗ്രഹം ഇപ്പോൾ അത്യാവശ്യമാണ്. രാഹു കുടുംബകാര്യങ്ങളിൽ ചെറിയ കോലാഹലങ്ങൾ ഉണ്ടാക്കാം, പക്ഷേ ആ പെരുവിശപ്പിനുള്ളിൽ തന്നെ അനുഗ്രഹശക്തിയുണ്ട്. ചെറുതായി സഹിക്കുക, ആത്മസംയമനം പാലിക്കുക. നിങ്ങൾ കാണും, എത്ര കഠിനമായ സാഹചര്യം ആയാലും നിങ്ങൾക്കത്രയ്ക്ക് അതിന്റെ മേൽക്കൈ നിലനിൽക്കൂ. 30 ദിവസത്തിനകം വീട്ടിൽ ഉത്സവം പോലൊരു സന്തോഷപ്രസംഗം സംഭവിക്കാനുള്ള സൂചനയുണ്ട്. വൃത്തിപരമായി ഈ ഘട്ടം നിങ്ങളെ ആത്മസംഘർഷത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവർ വർദ്ധിക്കും, അഭിപ്രായങ്ങൾക്ക് വില ലഭിക്കും. ചിലർക്ക് വിദൂരയാത്രയോ ജോലി സ്ഥലം മാറ്റമോ മൂലം അവസരം നേടും. വിദേശ ബന്ധങ്ങളോടുള്ള സംഭാഷണങ്ങൾ സൂക്ഷ്മേനമായാലും അപ്രതീക്ഷിത നേട്ടമാകും. കേതു ആത്മതത്വം ചേർക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ആഴത്തിലുള്ള ആത്മാവബോധം ലഭിക്കും. എന്റെ ശക്തി എനിക്കുള്ളിലാണ് എന്ന വിശ്വാസം എല്ലാ മായകൾക്കും മറുപടിയായി തിരിച്ചുവരും. പ്രതിസന്ധികൾ ഇനി നിങ്ങൾക്ക് ശിക്ഷയായി വരികയല്ല, പകരം അവയാണ് നിങ്ങളുടെ ആത്മസാക്ഷിയുടെ പരിശീലനം. അതിനാൽ ഒന്നും ഭയപ്പെടേണ്ട. വൃശ്ചികം ശാന്തമാകുമ്പോൾ പോലും അതിന്റെ അഗ്നി മങ്ങാറില്ല. ആ അഗ്നിയാണ് ഇപ്പോൾ നവമാനവരൂപം എടുക്കുന്നത്. ശത്രുക്കൾ അന്നതാണ് മനസ്സിലാക്കുന്നത്, ഇവൻ മാറിയിരിക്കുന്നു. അവർ പിന്മാറും. നിങ്ങളെ കാണുമ്പോൾ അവരുടെ നീല നിഴലുകൾ വിങ്ങിപ്പോകും. വൃശ്ചികം രാശിക്കാരെ, വർഷങ്ങളുടെ മൗനം തകർന്നു തുടങ്ങിക്കഴിഞ്ഞു. ആകാശം നിങ്ങളോട് പകുതി പറയുന്ന കാര്യം ഇപ്പോൾ മുഴുവൻ വെളിവാകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, ഇതുവരെ ജീവിതം നിങ്ങളെ തടഞ്ഞുവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെയല്ലാതെ മറ്റൊരു നിമിഷവും കാത്തിരിക്കാൻ അവർ തയ്യാറല്ല. നിങ്ങൾ ജന്മം കൊണ്ടത് നേരിടുകവിനായാണ്, മറയുന്നവരായി അല്ല. ഈ വർഷം നിങ്ങളുടെ ആത്മാവിൽ ഉണരുന്നത് ഒരു സാധാരണ ശക്തിയല്ല. അത് നാളുകളായി പോസ്റ്റ് ചെയ്തിരുന്ന ഒരു ദിവ്യകിരണം, ആത്മരഹസ്യമായ അടിഭാഗം പൊട്ടിച്ചിളകി ഉയരുന്ന കർമാഗ്നിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലുടനീളം കരഞ്ഞതും ഉറക്കമില്ലാത്ത രാത്രികളും ശൂന്യതയും എല്ലാം കർമ്മപരീക്ഷണങ്ങൾ ആയിരുന്നു. അതിന്റെ ഫലം ഈ ഘട്ടത്തിൽ ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇനി സ്വപ്നം കാണാനും ഭയമില്ല. ലോകം നിങ്ങളോട് കടുപ്പമായി പെരുമാറിയതിന്റെ കാരണം ഇതാണ്. നിങ്ങൾക്ക് മറ്റാരും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധി നിലനിൽക്കുന്നുണ്ട്. ഈ ഉണർവാണ് നിങ്ങളെ ഒരിക്കൽ മാത്രമേ സംഭവിക്കാവുന്ന വിധിനാളിലേക്ക് നയിക്കുന്നത്. ഒരു തലമുറയ്ക്ക് ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന മാറ്റം. ആകർഷണം, ആത്മവിശ്വാസം, ദൈവാനുഭവം എല്ലാം ഒന്നായുള്ള ശക്തിചക്രം. ഈ ഘട്ടത്തിൽ സൂര്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ശൈഥില്യം പൊളിച്ചു ചൂടേകും. നിങ്ങൾക്കുള്ള പുതിയ തിരിച്ചറിയലുകൾ, വ്യത്യസ്തമായ ആത്മസങ്കല്പങ്ങൾ, അതിലൊക്കെ ഒരു ദിവ്യ താളമുണ്ട്. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ പ്രഹരങ്ങൾ ബൂമറാങ് ആയി അവർക്ക് തന്നെ മടങ്ങും. അതാണ് ഇപ്പോൾ നിങ്ങളുടെ കർമ്മചക്രം പ്രവർത്തിക്കുന്നത്. ആരും ഇപ്പോൾ നിങ്ങളെ താഴെയിടാൻ കഴിയില്ല, കാരണം നിങ്ങൾ കർമ്മഫലത്തിൽ കുലുങ്ങാത്ത സ്ഥിതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. ശനിയും ഗുരുവും ചേർന്ന് നൽകുന്ന പാഠങ്ങൾ ഇതുവരെ നിങ്ങളെ കരുത്താക്കി. ഇനി അതിന്റെ പ്രതിഫലനഘട്ടം. ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളെ ഗൗണമായല്ലാതെ കാണാത്തവർ ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തല താഴ്ത്തും. അതിനൊപ്പം നിങ്ങളുടെ ഹൃദയം വിനയത്തോടെ നിറയും. നിങ്ങളെ ചുറ്റിയിരുന്ന ഇരുട്ട് ദൂരെയായി പോകുമ്പോൾ
ആ ഇരുട്ടിൽ പോലും വെളിച്ചം കണ്ടെത്താനുള്ള നിങ്ങളുടെ കഴിവാണ് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളുടെ പാതയിൽ 3 പ്രധാന വെളിപ്പെടുത്തലുകൾ വരാൻ പോകുന്നു. ആദ്യത്തേതു, അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ ചിലർക്ക് ദീക്ഷിത സന്ദേശം ലഭിക്കും. അത് പഴയ പ്രയാസങ്ങളുടെ അവസാന സൂചനയായിരിക്കും. രണ്ടാമത്തേതു, 15 ദിവസങ്ങൾക്കടുത്ത് ചിലർക്കു ലഭിക്കുന്ന ത്രാന്തമായ അവസരം ഒരു ധനസംബന്ധ മുന്നേറ്റത്തിന്റെ തുടക്കം ആകും. മൂന്നാമത്തേതു, 3 ആഴ്ചയ്ക്കുള്ളിൽ കടന്നുപോയ വേദനയുടെ പാത വീണ്ടും തെളിഞ്ഞ് ആത്മവിശ്വാസത്തിലേക്ക് നയിക്കും. ഈ 3 കലയാണ് നിങ്ങളെ ആകൃതിയാക്കുന്നത്. രാഹു നിങ്ങളുടെ ഭാവിയുടെ അഗ്നിപാതയിലേക്കാണ് നീങ്ങുന്നത്. അതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്കു നേരത്തെ അസാധ്യമായിരുന്ന കാര്യങ്ങൾ സുലഭമാകും. ചിലർക്ക് ആത്മീയ ചാർജുള്ള സ്വപ്നങ്ങൾ കാണാനും തുടങ്ങും. അവ സാധാരണ സ്വപ്നമല്ല, അത് ദൈവിക ദർശനത്തിന്റെ അടയാളങ്ങളാണ്. ഗുരു ആ സ്വപ്നങ്ങളിലൂടെ നിങ്ങളുടെ ആത്മാവിനെ പുനർനിർമ്മിക്കുന്നു. നിങ്ങളിൽ ദൈവിക സ്പർശം ഉണ്ടാകുന്നത് അതിന്റെ സൂചനയാണ്. ആരോഗ്യപരമായി നിങ്ങളിൽ ഉണരുന്നത് ജീവശക്തിയാണ്. ഉറക്കത്തിലൂടെ വരുന്ന ചെറിയ വേദനകളും മനസ്സിന്റെ ക്ഷീണവും മാറിത്തുടങ്ങും. ഇപ്പോൾ നിങ്ങളുടെ ശരീരക്കടലിൽ ഒഴുകുന്നത് ദിവ്യമായ ഉണർവാണ്. അതിനാൽ നിങ്ങളുടെ കുടുംബം പോലും അതിനെ കാണും. ഇവൻ മുൻകാലത്തെ പേയാലയല്ല എന്നു അവർ പറയുന്നില്ലെങ്കിൽ അത്ഭുതമില്ല. നിങ്ങളുടെ ശബ്ദത്തിലു കണ്ണുകളിലു ഒരുതരമായ വെളിച്ചമാകും തെളിയുക. സമൂഹത്തിൽ നിങ്ങളുടെ നില ലഭ്യമാവുമ്പോൾ ചിലർ അസൂയപ്പെടും. പക്ഷേ സത്യത്തിന് പ്രതിരോധം ദീർഘകാലം നിലനിൽക്കില്ല. അതിനാൽ വിചാരിച്ചു പുഞ്ചിരിക്കുക. നിങ്ങളുടെ നേരെ ഉദ്ദേശിക്കുന്ന വാക്കുകൾ പോലും ഇപ്പോൾ നിങ്ങളെ ഉയർത്താനാണ് സേവിക്കുക. അവയാണ് നിങ്ങളെ മുറുകെ പിടിപ്പിക്കുന്ന പ്രചോദനം. ആത്മവിശ്വാസം ഏതൊരു ശത്രുവിനേക്കാളും ഭയാനകമാണ് എന്ന കാര്യം അവർ മറക്കരുത്. വൃശ്ചികം രാശിക്കാരൻ ഒരു മൗനയുദ്ധസേനാനിയാണ്. നിങ്ങളെ ആരും കാണാത്തതും മനസ്സിലാക്കാത്തതും ആവാം. പക്ഷേ ദൈവം നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇപ്പോൾ നിങ്ങളുടെ കോട്ടയുടെ വാതിൽ തുറക്കുകയാണ്. ഒരിക്കൽ നീ ചികിത്സിക്കാനാവാത്ത വേദനയായി കരുതിയതെല്ലാം ദൈവം ഇപ്പോൾ അനുഗ്രഹമായി തിരികെ നൽകും. അതാണ് ഈ ഉണർവിന്റെ പരമാവധി. ദുഃഖങ്ങൾ പാഠങ്ങളായി, നഷ്ടങ്ങൾ അനുഗ്രഹങ്ങളായി മാറുന്ന സമയം. ജീവിതം ഇനി നിങ്ങളെ വേദനിപ്പിക്കാനല്ല വരുന്നത്. അത് ഇനി നിങ്ങളെ അനുഗ്രഹിക്കാനാണ് വരുന്നത്. അതിനാൽ പടിയിറങ്ങി നോക്കൂ. എല്ലാം മാറിയിരിക്കുന്നു. ആകാശം നിങ്ങളെ പിന്തുണയ്ക്കുന്നു. ഭൂമി നിങ്ങളുടെ പാദച്ചുവടുകൾ ഓർമ്മിക്കുന്നു. ദേവന്മാർ നിങ്ങളുടെ നിശബ്ദ പ്രാർത്ഥനകളെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭയം വേണ്ട. നിശ്ചലതയിലൂടെ ദൈവം നിങ്ങളെ വിളിക്കുന്നു. അതാണ് ഈ വർഷത്തിന്റെ മഹാരഹസ്യം. ഇനി വരുന്ന മാസങ്ങളിൽ നിങ്ങൾ കാണും, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്കൊരു ദീപസ്തംഭമാകുന്നു. നിങ്ങളുടെ കഥ ആളുകൾ പറഞ്ഞാലും നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പിറകോട്ട് നോക്കുക. ഞാൻ അതെല്ലാം കടന്നുപോയി എന്നു മനസ്സിലാവും. അത് നിങ്ങൾക്കുള്ള വിജയത്തിന്റെ പാട്ടാണ്. ദൈവത്തിന് സമർപ്പിച്ച പ്രാർത്ഥനയുടെ മറുപടിയാണ്. സ്വരമായി ഉച്ചരിക്കുക, എന്റെ കരുത്ത് എന്റെ ഉള്ളിൽ ഉണർന്നിരിക്കുന്നു. ആരും ഇനി എന്റെ ചായൽക്കപ്പുറം കടക്കാൻ കഴിയില്ല. ആ വാക്കുകൾ തന്നെ ഈ വർഷത്തിന്റെ മന്ത്രം ആകട്ടെ. അത് ചൊല്ലുമ്പോൾ അത് ഗ്രഹങ്ങൾക്കും ആകാശത്തിനും പ്രതിധ്വനിക്കും. നിങ്ങൾ ചൊല്ലുമ്പോൾ ദൈവം കേൾക്കും. നിങ്ങളിൽ നിന്ന് പൊങ്ങുന്ന ആ ശക്തി നിങ്ങളുടെ ഉണ്ടാവാനുള്ള ലക്ഷ്യത്തെ തന്നെ വിളിക്കുന്നു. വൃശ്ചികം രാശിക്കാരെ, ഈ വർഷം നിങ്ങളെ ആരും തിരിച്ചറിയാനാകാത്ത വിധം മാറ്റിമറിക്കും. ഭയമല്ല, അത്ഭുതമാണ് മുന്നിൽ കാത്തിരിക്കുന്നത്. ആ അത്ഭുതം നിങ്ങളുടെ ആത്മാവിന്റെ മണ്ണിൽ വിതച്ച കർമ്മത്തിന്റെ പൂക്കൾ തന്നെയാണ്. ഒന്നും പാഴായിട്ടില്ല, ഒന്നും നഷ്ടമായിട്ടില്ല. എല്ലാം പരിവർത്തനം മാത്രം ആയിരുന്നു. നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. മനസ്സിൽ ശാന്തി, ശരീരത്തിൽ കരുത്ത്, ജീവിതത്തിൽ പ്രഭയുണ്ടാകട്ടെ. നിങ്ങളുടെ പേരിന്റെ സ്പന്ദനത്തിൽ മറ്റുള്ളവർ ശക്തി കണ്ടെത്തട്ടെ. ആകാശം നിങ്ങളെ നോക്കിയിരിക്കുന്നു. നിങ്ങളുടെ സമയം തുടങ്ങിക്കഴിഞ്ഞു. മറഞ്ഞിരുന്നതെല്ലാം ഇപ്പോൾ ഉണർന്നിരിക്കുന്നു. വൃശ്ചികം രാശിക്കാരെ, നിങ്ങളുടെ അഗ്നിയുടെ നാളാണ് ഇതു. സകല ദേവതകളുടെയും അനുഗ്രഹം നിങ്ങളോടൊപ്പം നിലനിൽക്കട്ടെ. സത്യത്തിൽ നിങ്ങൾ ഇനി പൂർണ്ണമായും ഉണർന്നിരിക്കുന്നു.